ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമതി വന്ന് രവിയോട് പറയുന്നുണ്ട്, രവിയേട്ട ചെന്ന് വർഷയുടെ അച്ഛനോട് സംസാരിക്കുക, അദ്ദേഹത്തിന് ഒരു ദേഷ്യമില്ല നമ്മളോട്, നമ്മൾ വന്നപ്പോഴത്തേന് സ്നേഹത്തോടെ അല്ലേ ചിരിച്ചത്, അങ്ങോട്ട് ചെല്ലെന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി അച്ഛനെ ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് വിചാരിക്കും, അവരല്ലേ ഈ ഫംഗ്ഷൻ നടത്തുന്നത്, ചെല്ലെന്നൊക്കെ പറയും. അപ്പോൾ അശോകൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതി എങ്ങനെയാ ശ്രുതിയുടെ അച്ഛൻ വന്നോന്ന്? ഇതുവരെ വന്നില്ല, മലേഷ്യയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞതല്ലേ, ഇതുവരെ എത്തിയില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരത്തേന് അശോകനോട് രവി പറയും, എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കാം, അദ്ദേഹമായിട്ട് എന്തെങ്കിലും സംസാരിക്കാം, പിന്നെ സംസാരിച്ചില്ലെന്നുള്ളൊരു പരാതി വേണ്ടല്ലോ എന്നൊക്കെ. അപ്പം സച്ചി പറയുന്നുണ്ട്, അച്ഛാ എന്നെ ഇവിടെ ഇട്ടേച്ച് പോകല്ല അച്ഛാ എന്നൊക്കെ പറയും. നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകും. അപ്പോൾ സച്ചി അവിടെ ഇരിക്കുമ്പോഴത്തേന് ക്വാർട്ടർ ദാമു വന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ചുമ്മാ അങ്ങ് സംസാരിക്കുകയാണ്. ബോസേ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. ബോസിന് എന്നെ ഓർമ്മയില്ലേ, നമ്മൾ അശോക ബാർ വെച്ച് കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് നമ്മൾ ഒരുമിച്ച് കുടിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കൊരു ഓംലെറ്റ് മേടിച്ച് തന്നത് മറന്നുപോയോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ല, ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് കുടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ലെന്ന് പറയും. എന്നാലും ബോസ് അങ്ങനെ മറന്നു പോകാവോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് പരിഭവിക്കുകയാണ് ദാമു ഇരുന്ന്. മാക്സിമം നോക്കിയിട്ടും സച്ചിയെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അന്നേരം സച്ചി പറയും, എന്തായാലും എനിക്ക് നിങ്ങളെ അറിയത്തില്ല, അതുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള പരുവത്തിൽ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. അന്നേരം രവിയും അശോകനും ചെന്ന് വർഷയുടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ഇവരെ കണ്ടിട്ടും കാണാത്ത മട്ടിലുടനെ തിരിഞ്ഞങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഇവരുടനെ അങ്ങ് മാറി നിൽക്കും. അന്നേരം അശോകൻ പറയുന്നുണ്ട്, ആ കൂടെ നിൽക്കുന്ന ആൾ നമ്മളുടെ ഓഫീസിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഓഫീസറാ, ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കും. എനിക്കറിയാം ആ സാറിനെ എന്നൊക്കെ പറയും. അന്നേരം എന്തായാലും വർഷയുടെ അച്ഛനെ കാണണമെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെ രവി പറയുന്നുണ്ട്. മധുസൂദനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഓഫീസർ ഉടനെ വന്ന് രവിക്ക് കൈയൊക്കെ കൊടുത്ത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. സാറ് ഞങ്ങളെയൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ആ സാറ് പറയും, എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ, എൻ്റെ ഓഫീസിലെ ഏറ്റവും നല്ല കണ്ണിങ് ആയിട്ടുള്ള ഒരു എംപ്ലോയി അല്ലായിരുന്നോ തന്നെ അങ്ങനെ മറക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയാം. അതൊന്നും വർഷയുടെ അച്ഛൻ അത്രയ്ക്കും സൂഹിക്കുന്നൊന്നുമില്ല. എന്തായാലും മധുസൂദന താൻ ഒരു കാര്യവും നോക്കാതെ തന്നെ തൻ്റെ മകളെ ഈ രവിയുടെ മകൾക്ക് കെട്ടിച്ചു കൊടുത്തല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഉടനെ രവിയെ നോക്കിയിട്ട് മധുസൂദനൻ പറയുന്നുണ്ട്, കുപ്പേ കിടന്നവനൊക്കെ ഇപ്പം മണിമാളികയിലെത്തി, എന്നാ പറയാനാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അവജ്ഞയോടെ സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് രവിക്ക് അങ്ങ് ആകെ ഷോക്കാകുകയാണ്. അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള സംസാരങ്ങളാണ് വർഷയടച്ചൻ പറയുന്നത്. അന്നേരം രവി പറയുന്നുണ്ട് അശോകനോട്, നമ്മൾ എന്തൊക്കെയായെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടും അദ്ദേഹം നമ്മളെ അംഗീകരിച്ചിട്ടില്ല, പിന്നെ നമുക്കിതെല്ലാം സഹിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറയുന്നുണ്ട് രവിയുടെ. എന്തായാലും ഇതൊന്നും സച്ചി കേൾക്കാഞ്ഞ ഭാഗ്യം, അല്ലെങ്കിൽ അവൻ ഇതിനൊക്കെ തക്ക മറുപടി കൊടുത്തേനോ എന്ന് രവി പറയുമ്പോഴത്തേന് അശോകൻ പറയും, ശരിയാ, അവൻ എന്തായാലും ഇതൊന്നും കേട്ടില്ലല്ലോ, നമുക്ക് എന്തായാലും അവിടെ എങ്ങാനും പോയിരുന്നേക്കാം, അല്ലാതെ ഇവരോടൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവരോടത്തോട്ട് വന്നെങ്കിൽ. ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്, ശ്രുതിയുടെ അച്ഛൻ വന്നില്ലല്ലോ. അന്നേരം ഫാമയോട് പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ഇതുവരെ വന്നില്ല, ഇനിയും വരുമോ എന്ന് ആർക്കറിയാമെന്നൊക്കെ. എനിക്ക് അറിയില്ലല്ലോ, മലേഷ്യയിൽ നിന്ന് ഇത്ര നേരം കൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്നൊക്കെ പറയും. ആ സമയത്ത് മഹിമ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഒരുങ്ങിയില്ലേ ചന്ദ്രേ ഇതുവരെ? അന്നേരം ആദ്യം അവളുടെ ചടങ്ങ് നടത്തണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞു, അതുകൊണ്ട് ശ്രുതിയെ വിളിക്കാൻ പറയും. വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നങ്ങ് പരുങ്ങുകയാണ് ചന്ദ്രമതി. എന്തായാലും മൂത്ത മരുമകളുടെ ഫംഗ്ഷൻ ആദ്യം നടത്തണമെന്ന് നീ പറഞ്ഞ കാരണം അവളുടെ തന്നെ നമുക്ക് ആദ്യം അങ്ങ് നടത്തിയേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇനി പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ഫംഗ്ഷൻ കഴിയണമെന്ന് പറയും. പ്രശ്നമോ എന്ന് ഉടനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതല്ല, താമസിച്ച് പോകുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നം നടന്നാലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മഹിമ. അത് കേൾക്കുമ്പോഴത്തേന് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക്. ചന്ദ്രമതി വന്ന് രവിയെ വിളിക്കുന്നുണ്ട്. രവിയേട്ട ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയും, നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ, അതുകൊണ്ട് ഫംഗ്ഷൻ ഒത്തിരി നേരം ഒന്നും നീട്ടി വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വർഷയുടെ ഫംഗ്ഷൻ ആദ്യം അങ്ങ് നടത്താമെന്ന് പറയും. അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പറയും, ഇതെങ്കിലും നീ എന്നോട് ചോദിച്ചിട്ട് നടത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം, അത് തന്നെ നടത്തട്ടെ, അവരല്ലേ ഇപ്പം കാശ് മുടക്കി ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അവളുടെ ഫംഗ്ഷൻ നടത്താം ആദ്യം എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങോട്ട് വന്നിരിക്കും. അതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, ശ്രുതിയല്ലേ മൂത്ത മരുമോൾ, അപ്പോൾ ആദ്യം അവളുടെ ഫംഗ്ഷൻ നടക്കണ്ടേന്ന് ചോദിക്കും. അവളുടെ അച്ഛൻ വരാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പോരെന്ന് ചോദിക്കും. അവളുടെ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞതല്ല, ഇതുവരെ വന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവരുടെ ഫംഗ്ഷൻ അങ്ങ് നടക്കട്ടെ, നീ ഇവിടെ അങ്ങ് ഇരുന്നാൽ മതി എന്നൊക്കെ പറയും. നീ പറയുന്ന പോലൊന്നുമല്ല, അവർക്കത് മുഷിവാകും, ഇപ്പം തന്നെ സമയം എത്രയായെന്നാ, അതിനൊക്കെ ഒരു കറക്റ്റ് സമയമുണ്ട്, ആ സമയത്ത് ചെയ്തിരിക്കണമെന്ന് പറയും. അപ്പോൾ ശ്രുതിയുടെ ഫംഗ്ഷൻ നടത്തുന്നില്ലെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാണ്. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി. ആകെ ടെൻഷനിൽ
ടെൻഷനിലാണ് ശ്രുതിയും. അന്നേരം കൂട്ടുകാരി അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്, എടി നിൻ്റെ ഫംഗ്ഷനെ വർഷയുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് പറയും. എനിക്കതൊന്നും കുഴപ്പമില്ല, പിന്നെ എന്തായാലും ഇനി അച്ഛൻ വരുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി എന്നൊക്കെ പറയും. ആ സമയത്ത് അങ്ങോട്ട് ശ്രുതി ഓടി വരുന്നുണ്ട്. എന്താ ശ്രുതി, നിൻ്റെ അച്ഛൻ വരാൻ താമസിക്കുന്നത്, നീ അച്ഛനെ വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാ പറയും, ഞാൻ വിളിച്ചായിരുന്നു, അവിടുന്ന് പുറപ്പെട്ടെന്നൊക്കെ പറയും. നിൻ്റെ അച്ഛൻ ഏത് വണ്ടിക്കാണ് വരുന്നത്, ഏത് ഫ്ലൈറ്റിൻ്റെ നമ്പർ അങ്ങനെയുള്ളതൊക്കെ അറിയാമോ നിനക്ക് ചോദിക്കും. എനിക്കിതൊന്നും അറിയത്തില്ല, ഇതൊക്കെ എന്തിനാ ശ്രുതി ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അല്ല പിന്നെ നമുക്ക് എയർപോർട്ടിലോട്ട് വിളിച്ച് ചോദിക്കാം, പ്ലെയിൻ വല്ലതും ഇതുപോലെ ഡിലേ ആയിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ. അതൊക്കെ നമ്മൾ എന്തിനാ തിരക്കുന്നത്, അച്ഛൻ ഈ വന്നോളും, ഫ്ലൈറ്റിൽ കയറിയതല്ലേ, കയറിയവർക്ക് ഇവിടെ വരാനും അറിയാമെന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതി ഉടനെ എയർപോർട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരും എടുക്കുന്നൊന്നുമില്ല. അന്നേരത്തേനോ ശ്രുതി പറയും, എന്തായാലും ആരും എടുക്കുന്നൊന്നുമില്ല, നീ പറയുന്നു അച്ഛൻ വരുന്നു എന്നൊക്കെ, പക്ഷേ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. ചന്ദ്രമതിയുടെ മനസ്സിലാണെങ്കിൽ മഹിമ പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ ഓർക്കുന്നത്. പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ഫംഗ്ഷൻ കഴിയണമെന്ന്. എന്ത് പ്രശ്നമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ചന്ദ്രമതി. അന്നേരം പറയും, അല്ല താമസിക്കുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നൊക്കെ. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാകുമ്പോൾ ചന്ദ്രമതി ഉടനെ ഫാമിൽ വിളിച്ചിട്ട് പറയും, എന്തായാലും എത്രയും പെട്ടെന്ന് വർഷയുടെ പ്രോഗ്രാം ആദ്യം നടത്താമെന്നുള്ള കാര്യം നമുക്ക് മഹിമയോട് പറയാമെന്ന്. മഹിമ വരുന്നുണ്ടെങ്കിൽ മഹിമയോട് അത് പറയുന്നുണ്ട്. അതെന്താണെന്നൊക്കെ ചോദിക്കും മഹിമ. അതല്ല, എന്തായാലും നിങ്ങളല്ലേ ഫംഗ്ഷൻ നടത്തുന്നത്, അതുകൊണ്ട് ആദ്യം പിന്നെ വർഷയുടെ തന്നെ നടത്തട്ടെ എന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേന് മഹിമ അങ്ങ് സമ്മതിച്ച് അങ്ങ് പോകും. അപ്പം ശ്രുതി ഇതുപോലെ അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ മഹിമ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി റെഡിയായില്ലേന്ന്. റെഡിയായി, നിൻ്റെ ഫംഗ്ഷൻ ആദ്യം നടത്താമെന്നാണ് ചന്ദ്രമതി പറഞ്ഞ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഒരു പ്രശ്നമില്ല ആൻറ്റി, എൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു, അച്ഛൻ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറയും. എന്നാൽ പിന്നെ സാരമില്ല, എന്നാലും ചന്ദ്ര എന്നോട് നുണയാണ് പറഞ്ഞത്, എന്തൊരു അഭിനയം അവളുടെ എന്നൊക്കെ പറഞ്ഞ് കുശുമ്പ് പറയുന്ന ഓരോരുത്തരൊക്കെ സംസാരിക്കുന്നുണ്ട് മഹിമ. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.